പാളയം ഷാപ്പ് ഇത്രയും കുറഞ്ഞ തുക കിട്ടുമോ? ടെൻഡർ അല്ലേ സ്വാമി, നിങ്ങളത് സീൽ ചെയ്തോളൂ. മത്സരിക്കാനാവണ്ടെന്ന് കണ്ടാൽ ലേലത്തിൽ നമുക്ക് കൂട്ടി വിളിക്കാലോ. എന്നാലും ഒരു സന്ദേഹം. ആരും വരില്ലടോ പട്ടരെ, എല്ലാറ്റിനും ഞാൻ ഒതുക്കിയിട്ടുണ്ട്. കഴിഞ്ഞ തവണ ലേലം നിർത്തിവെച്ച പാളയം ഷാപ്പാണ് വിളിക്കുന്നത്. ഇനി ആരാണ് ടെൻഡർ തരാനുള്ളത്? ഒരു 1,50,000. 55. 1,55. 1,60. 1,60. കഴിഞ്ഞ തവണ മിസ്റ്റർ ജോർജ് കുട്ടി 1,80 വരെ വിളിച്ചിരുന്നല്ലോ. നിങ്ങൾ എന്തിനാ അയാളെ നോക്കുന്നത്? അയാൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അയാൾ വിളിക്കും. 1,60 ഒരു വട്ടം, 1,60 രണ്ടു വട്ടം. ഇനി ടെൻഡർ പൊട്ടിക്കാം. $1,65,000 മിസ്റ്റർ DM ജോർജ്. 1,70,75,000 മിസ്റ്റർ ശ്രീകണ്ഠൻ. തീർന്നില്ല, നിങ്ങൾ ആരും ബഹളം വയ്ക്കരുത്. ഒരു ടെൻഡർ കൂടി പൊട്ടിക്കാനുണ്ട്. എല്ലാവരും ഇരിക്കണം. ഇനി ആരാ ടെൻഡർ? $2,10,000. ആരുടെ അത്? മിസ്റ്റർ MK വാസു ആൻഡ് മിസ്റ്റർ PC ചാക്കോ. ഞാനാണ് നിങ്ങൾക്ക് പണം വാങ്ങിച്ചു തന്നതെന്ന് ആരും അറിയരുത്. പറഞ്ഞതുപോലെ മാസാമാസം ആ പണം തിരിച്ചു കൊടുക്കണം. തീർച്ചയായും സാർ. സാറ് ചെയ്ത ഈ വലിയൊരു സഹായം നിങ്ങളെ സഹായിക്കായിരുന്നില്ല എന്റെ ലക്ഷ്യം. ഒന്ന് വേഗം കൊണ്ടുപോ അങ്ങോട്ട്. ഇന്നത്തെ ഇറച്ചി കിട്ടില്ലേ? എടോ കാളയച്ചു കൊടുക്ക്. മുതലാളി നിങ്ങളും തമ്മിൽ വിരോധാണെങ്കിലും എനിക്കില്ല. അതുകൊണ്ടാ ഞാൻ പുതിയ ആളുകൾ, അതുകൊണ്ടാ. എത്തിപ്പോ ഒരു മിനിറ്റ് ഇതുവരെ കിട്ടിയില്ല. എടോ ആയില്ലേ? ആള് കാത്തു നിൽക്കുന്നത്. വാങ്ങി വെക്ക്. വറവ് ചേർത്തില്ല. മതിയരു മാറ്. ഈ ചാത്തുകയെ കൊണ്ട് തോട്ടി നീ എങ്ങനെ നടക്കി നിർത്തി? ചാത്തുണ്ണേട്ടനെ ഈ വേഷത്തിൽ കാണുമ്പോ എനിക്ക് ഓർമ്മ വരുന്നത് മുമ്പൊന്ന് ഷാപ്പ് നടത്തിയ കാലാണ്. അന്നത്തെ കുപ്പായം തന്നെയത്. എന്താ എഴുതിട്ട്? ഒരു മുഴുവൻ കുപ്പി ഒറ്റയ്ക്ക് കഴിയുന്ന നിനക്ക് മതിയെന്നോ? ഇരിയാവിടെ കാശില്ലെങ്കിൽ ഞാൻ കൊടുക്കാം. അല്ല, അതുകൊണ്ടല്ല. ചാത്തുണ്ണേട്ടാ, ചാത്തുണ്ണേട്ടന് കുടിക്കാൻ വേണ്ടത് ഞാൻ അങ്ങോട്ട് എത്തിച്ചേരാം. ഇവിടെ വന്നിങ്ങനെ ഞാനെന്ത് ഞങ്ങൾ ഉപദ്രവിക്കുന്നു. ഉപദ്രവിച്ചോ? ഈ വേഷം ഇനി എനിക്ക് ചേരില്ല മാധവി. എന്താണ് അവിടുത്തെ പിരിവ്? 4 ബഷാപ്പ് ഇവിടെ തുടങ്ങി. തന്റെ കൂട്ടുകാരനോടെ വാസു.
വാസുട്ടാ, എന്താടാ? നിങ്ങളുടെ ഷാപ്പിൽ അടി നടക്കുന്നു ഫോൺ വന്നിരിക്കുന്നു. ഞാൻ പോയിട്ട് വരാം. വാസു, അരുത്. ഞാൻ കൂടെ പുറത്തു വന്നോട്ടെ. എന്ത് ചെയ്യുന്നതും നമ്മൾ ഒരുമിച്ച് മതി. എടാ വാസുവേ, നീ വലിയ ഷാപ്പുകാരനായ പിന്നെ ഇങ്ങോട്ടൊന്നും കാണുന്നേ ഇല്ലല്ലോ. ആ ചാക്കോന്റെ അസുഖം എങ്ങനെയുണ്ടടാ? ചാക്കോ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ കൊണ്ടുപോയല്ലോ. ഷർട്ടും കൊടുത്തു. ഏതാ വേണ്ടത്? എപ്പോഴും വന്ന് മാറ്റാൻ നോക്കൂല. എല്ലാം ഞാൻ കൊണ്ടുപോവാ. എന്നാ ഇതും കഴിച്ചു തന്നേക്ക്, ഞാൻ അലക്കിയിട്ടേക്കാം. വേണ്ട, ലോഡ്ജിൽ ഡോബിണ്ട്. അയ്യോ അയ്യോ ചാക്കോ, ഞാൻ എന്നൊന്നും ചെയ്യരുത്. ഞങ്ങളുടെ ചാരായക്കട അടിച്ച് പൊളിച്ചില്ലേ, ആ കണക്ക് തീർന്നത് നിന്റെ അമ്മാവൻ ശ്രീകണ്ഠനോട് പോയി പറ. മണികണ്ട, ഇതിലെ സ്പിരിറ്റ് മാത്രമേ ഞങ്ങൾ എടുക്കുന്നുള്ളൂ. ലോറി നാളെ കടപ്പുറത്ത് കാണും. എനിക്ക് നഷ്ടപ്പെട്ട സ്പിരിറ്റിന്റെ കണക്കല്ല, വാസുവിനെ. അവനെ തീർത്തിട്ട് നിങ്ങൾ ഇങ്ങോട്ട് വന്നാ മതി. അളയാ, നീ ഓവറല്ലെങ്കിൽ ഞാൻ കൊണ്ടുപോയി വിടാം. ഇല്ലളിയാ, ഞാൻ ഓവറാണ്. എന്നാ പോയിക്കോ. ഓട്ടെ. മുതലാളി, തുടക്കത്തിൽ നിങ്ങൾ എന്റെ ഷാപ്പിലേക്ക് പിക്കറ്റിങ്ങിന് ആളെ അയച്ചു. അത് കഴിഞ്ഞ് എന്റെ കൂട്ടുകാരനെ തല്ലിച്ചതച്ചു. നിങ്ങൾ എന്റെ ചാരായക്കട തല്ലി തകർത്തു. അതിന്റെ കണക്കുകൾ നമ്മൾ തമ്മിൽ തീർത്തതാണ്. പിന്നെ നിങ്ങൾ തുടങ്ങി. ഇതോടെ നിർത്തണം.